റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ്. എന്നാൽ റബ്ബർ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം തായ്ലൻഡ്. റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം ഹെവിയ ബ്രസീലിയൻസിസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാർ. പക്ഷേ ഇന്ത്യയിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൻ്റെ 90% കേരളത്തിലാണ്. 1902 മുതലാണ് റബ്ബർ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ജോസഫ് മർഫി. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ വിത്ത് കൊണ്ടുവന്നത് സർ വില്യം ഹെൻറി 1875. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും 150 സെൻറ്റിമീറ്റർ മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് വേണ്ടത്. മറ്റു കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് നല്ലത്. റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഇടനാടാണ്. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായി റബ്ബർ കൃഷി ചെയ്യുന്നത്. കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനവും കോട്ടയം. റബ്ബറിൽ നിന്നും ലഭിക്കുന്ന കറയാണ് ലാറ്റക്സ്. റബ്ബറിൻ്റെ ചീക്ക് രോഗത്തിന് കാരണം ഫംഗസാണ്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് എറണാകുളത്തെ ഐരാപുരം എന്ന സ്ഥലത്താണ്. റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സൾഫർ ചേർക്കുന്ന പ്രക്രിയ വൾക്കനൈസേഷൻ എന്നറിയപ്പെടുന്നു. വൾക്കനൈസേഷൻ പ്രക്രിയ കണ്ടെത്തിയത് ചാൾസ് ഗുഡിയർ. റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ സൾഫർ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് വൾക്കനൈസേഷൻ. റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ്. റബ്ബർ ലയിക്കുന്ന ലായനിയാണ് ബെൻസീൻ C6H6